കാപ്പാട്ട് കഴകത്തിൽ പെരിങ്കളിയാട്ടം അറിയിച്ചുകൊണ്ടുള്ള നാട്ടെഴുന്നള്ളത്തിന് ശംഖും തകിലും ഇലത്താളവും ചേറാങ്കൂലും മേളമൊരുക്കുന്നു. പയ്യന്നൂർ പെരുമാളുടെ ഊരുവേലിക്കകത്ത് കാപ്പാട്ട് ഭഗവതിയുടെ പ്രതിപുരുഷൻ അരങ്ങൊരുങ്ങി ഇറങ്ങുമ്പോൾ ഈ വിശേഷവാദ്യം അനിവാര്യമാണ്. പെരിങ്കളിയാട്ടത്തിന് കാപ്പാട്ട് ഭഗവതിയുടെ തിരുമുടി നിവരുമ്പോൾ പെരുമ്പറ മുഴക്കണം. അതിന്റെ ചുവട് പിടിച്ചാണ് ഏളത്ത് പുറത്തിറങ്ങുമ്പോൾ ബാല്യക്കാർ തകിൽ ഉൾപ്പെടെയുള്ള വിശേഷവാദ്യം ഒരുക്കേണ്ടത്. പെരിങ്കളിയാട്ടത്തിന്റെ ഭാഗമായുള്ള ഭഗവതിയുടെ പന്തൽമംഗലം വിളിച്ചറിയിക്കുന്ന ക്ഷണിക്കുന്ന നാട്ടെഴുന്നള്ളത്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 20-ാം തീയതി തുടങ്ങി ജനുവരി 3 വരെയാണ് ഈ എഴുന്നള്ളത്ത് നടക്കുന്നത്. ഈ ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളത്ത് നടത്തണമെങ്കിൽ പഞ്ചവാദ്യങ്ങളോടുകൂടി മാത്രമേ പുറത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. തകില്, ശംഖ്, എഴുത്താളം, ചേരാങ്കലം ഇങ്ങനെ വിവിധ ഭാഗത്തിലുള്ള ഉപകരണങ്ങളുമായി രംഗത്ത് വന്ന് മാത്രമേ ദേവിയെ എഴുന്നള്ളിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടക്കുന്നത്. ഈ എഴുന്നള്ളത്ത് നമ്മൾ പയ്യന്നൂർ പെരുമാളിൻ്റെ ഊരുവേലിക്കകത്ത് തെക്ക് ചങ്കൂരിച്ചാല്, വടക്ക് നാരങ്ങത്തോട്, പടിഞ്ഞാറ് കവ്വായിപ്പുഴ അതിനുള്ളിലാണ് ഈ എഴുന്നള്ളത്ത് നടക്കുന്നത്. ഈ നമുക്കൊരു സവിശേഷത കാപ്പാട്ട് കഴകത്തിൽ മാത്രമാണ് എഴുന്നള്ളത്ത് പോകുമ്പോൾ പഞ്ചവാദ്യങ്ങളുമായി മുന്നോട്ട് പുറത്തേക്ക് എഴുന്നള്ളണമെന്നുള്ള ഒരു ചടങ്ങ്. മറ്റുള്ള സ്ഥലങ്ങളിൽ അത് ഇല്ല. ഭാരമേറിയ തകിൽ മുളന്തണ്ടിൽ കെട്ടി ചുമലിലേറ്റി ഏളത്ത് മുന്നിൽ നടന്നുകൊണ്ടാണ് വാദ്യം ഉയർത്തുന്നത്. 6 മണിക്കൂറോളം ഈ വാദ്യോപകരണം ചുമലിലേറ്റി നടക്കണം. ഏളത്തിറങ്ങുമ്പോൾ ഇത്തരം വാദ്യമേളം അപൂർവമാണ്.